ആസ്മയും ചികിത്സയും. ശ്വാസകോശത്തെ, പ്രത്യേകിച്ച് ശ്വസനനാളിയെ ബാധിക്കുന്ന ഒരസുഖമാണ് ആസ്മ. ശ്വാസനാളത്തിലുണ്ടാകുന്ന നീർക്കെട്ടാണ് ആസ്മയായി പരിണമിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 235 ദശലക്ഷം ആസ്മ രോഗികളാണ് ലോകത്താകമാനമുള്ളത്. എല്ലാ വർഷവും മെയ് ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മാ ദിനമായി ആചരിക്കുന്നു. ഇത്തവണത്തെ ആസ്മാ ദിനപ്രമേയം ആസ്മ രോഗലക്ഷണങ്ങൾ ഏതു പ്രായത്തിൽ വന്നാലും കൃത്യമായ പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ്. സാധാരണയായി കുട്ടിക്കാലം മുതൽക്കേ ആസ്മയുടെ ഉപദ്രവം തുടങ്ങുന്നതായി കാണാം. ആസ്മാരോഗത്തിന്റെ മുഖ്യ കാരണം ശ്വാസനാളികളിലെ വികാസം കുറയുന്നതും ശ്വാസനാളികളിലുണ്ടാകുന്ന നീർക്കെട്ടുമാണ്. ഈ രണ്ട് ഘടകങ്ങളും ചികിത്സാവിധേയമാക്കിയാൽ മാത്രമേ രോഗം പൂർണ്ണമായും വരുതിയിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ ചികിത്സയിലൂടെ ആസ്മാരോഗത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുവാനും രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കുവാനും സാധിക്കും. ജനിതക ഘടകങ്ങളാണ് ഒരു വ്യക്തിയിൽ ആസ്മാരോഗം ഉണ്ടാകുന്നതിനുള്ള കാരണം. നല്ലൊരു ശതമാനം രോഗികളിലും പാരമ്പര്യമായി ആസ്മ കാണപ്പെടുന്നു. പ്രേരക ഘടകങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. പൊടി, പുക, തണുപ്പ്, വൈറൽ അണുബാധ, അന്തരീക്ഷ മലിനീകരണം, മാനസിക പിരിമുറുക്കം, വ്യായാമം, ചില ഭക്ഷണപദാർത്ഥങ്ങൾ, ചില ഗുളികകൾ ഇവ പ്രേരക ഘടകങ്ങളായി വർത്തിക്കാം. കൃത്യമായ അവലോകനത്തിലൂടെ പ്രേരക ഘടകങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചില രോഗികളിൽ അലർജി പരിശോധന വഴിയും പ്രേരക ഘടകങ്ങളെ കണ്ടെത്താൻ കഴിയും. ആസ്മാരോഗത്തിന്റെ മുഖ്യമായ ലക്ഷണം ശ്വാസമുട്ടലാണ്. നിർത്താതെയുള്ള ചുമ, നെഞ്ചിലെ വിങ്ങൽ ഇവയും ലക്ഷണങ്ങളാണ്. മിക്കവരിലും രോഗലക്ഷണങ്ങൾ രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് കൂടുതലായി കാണുന്നത്. ആസ്മാരോഗനിർണയം കൃത്യമായ ചോദ്യാവലിയോടെയാണ് നടത്തുന്നത്. ശ്വാസകോശങ്ങളുടെ പ്രവർത്തനക്ഷമത അളക്കുന്ന പൈറോമെട്രിയും പീക്ക് ഫ്ലോ മീറ്റർ പരിശോധനകളും രോഗത്തിന്റെ തീവ്രത അറിയുവാനും ഉപകരിക്കുന്നു. കൂടാതെ മറ്റു രോഗങ്ങളിൽ നിന്ന് ആസ്മാരോഗത്തെ തിരിച്ചറിയുവാനും സാധിക്കുന്നു. ആസ്മാരോഗം ഫലപ്രദമായ ചികിത്സയിലൂടെ പൂർണ്ണമായും നിയന്ത്രിക്കാവുന്നതാണ്. ആസ്മാരോഗത്തിന്റെ ചികിത്സയിൽ മുഖ്യമായത് പ്രേരക ഘടകങ്ങളെ കഴിയുന്നതും ഒഴിവാക്കുക എന്നതാണ്. രോഗത്തിന്റെ രണ്ട് ഘടകങ്ങളെയും ചികിത്സിക്കേണ്ടത് ആസ്മ നിയന്ത്രണ വിധേയമാക്കാൻ അത്യാവശ്യമാണ്. ശ്വാസനാളികൾ വികസിക്കാനുള്ള മരുന്നുകളായ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ശ്വാസനാളികളിലെ നീർക്കെട്ട് കുറയ്ക്കാൻ ആവശ്യമായ മരുന്നുകളും ഉപയോഗിച്ചാൽ മാത്രമേ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കൂ. ഇതിൽ മുഖ്യമായിട്ടുള്ളത് ഇൻഹൈൽഡ് സ്റ്റിറോയിഡ് മരുന്നുകളാണ്. ഇവയ്ക്ക് പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ഇവ തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ രോഗം പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കൂ. ആസ്മാരോഗത്തിന്റെ ചികിത്സയിൽ ഇവയ്ക്ക് പ്രധാന പങ്കുണ്ട്. 90% ആസ്മാരോഗികളുടെയും രോഗം നിയന്ത്രിക്കുവാൻ ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ് മരുന്നുകൾക്കാകും. ഇവയ്ക്കു പുറമെ മോൺടിലൂക്കാസ്റ്റ് പോലുള്ള ഗുളികകളും രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സഹായിക്കും. ഇൻഹേലർ മരുന്നുകൾ ഗർഭകാലത്തും മുലയൂട്ടുമ്പോഴും കുട്ടികളിലും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. ഏകദേശം 5 മുതൽ 10% രോഗികളിൽ നിലവിലുള്ള ചികിത്സാരീതികൾ കൊണ്ട് ഫലമില്ലാതെ വന്നേക്കാം. ഇവരിൽ വിദഗ്ധ പരിശോധന ആവശ്യമായി വന്നേക്കാം. ചിലർക്ക് ആസ്മാരോഗത്തിന് കാരണമായ കണികാഘടകങ്ങളിലുള്ള വ്യത്യാസങ്ങളായിരിക്കും രോഗം നിയന്ത്രണ വിധേയമാകാതിരിക്കാൻ കാരണം. പുതിയ മരുന്നുകളായ ഒമാലിസുമാബ്, മേപ്പോലിസുമാബ്, റെസ്ലിസുമാബ് എന്നിവ ആസ്മാരോഗികളിൽ ചിലർക്ക് ഉപയോഗപ്രദമായേക്കാം. ഇവയിൽ ഒമാലിസുമാബ് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇവ കൂടാതെ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ ബ്രോങ്കിയൽ തെർമാപ്ലാസ്റ്റി എന്ന ചികിത്സാരീതി പരീക്ഷിക്കുന്നു. ഇത് ശ്വാസകോശനാളികളുടെ മസിലുകളുടെ കട്ടി കുറയ്ക്കാനായി ബ്രോങ്കോസ്കോപ്പി വഴിയുള്ള ഒരു സർജിക്കൽ രീതിയാണ്. മറ്റ് ചികിത്സാമാർഗങ്ങൾ ഫലിക്കാതെ വരുമ്പോൾ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ഇത്തരം രീതികൾ അവലംബിക്കേണ്ടി വന്നേക്കാം. ആസ്മാരോഗം കൃത്യമായ രോഗനിർണയത്തിലൂടെയും ചികിത്സയിലൂടെയും ഏതു പ്രായത്തിലും ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ്.